ചേച്ചി, ഈ ഒരു വിലവർധനവുണ്ടായതോടുകൂടി ഇവിടെയുള്ള ഐറ്റംസിന്റെ എണ്ണം കുറച്ചിട്ടുണ്ടോ? എണ്ണമൊക്കെ കുറവാ, സാധനവും കുറവാ. വലിയ പ്രതിസന്ധി തന്നെയാണ്. പ്രതിസന്ധിയാണ്. പിന്നെ ഇനി നാളെ തൊട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല, കൂടിയ ഇതിന്. പക്ഷെ ഇനി വരാൻ പോണത് കൂടിയ ഗ്യാസാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാനേ പാടില്ല. കച്ചവടം നടത്താൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പെട്ട ജനങ്ങളോട് കാശ് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുമോ? ചായ 12 രൂപ ആക്കിയിട്ട് തന്നെ ആളുകൾ തരണില്ല, 10 രൂപ തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പം 2 രൂപ 5 രൂപ കൂട്ടിയിട്ട് എന്താ കാര്യം? ഇവരുടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ. ഇവരൊക്കെ പാവങ്ങളല്ലേ, അവരിതുപോലെ പണിയെടുക്കണമല്ലേ. അപ്പോൾ എങ്ങനെ വേണം എന്നൊക്കെ എല്ലാവരും കൂടിയൊക്കെ ആലോചിക്കട്ടെ. ചിലപ്പം കൂട്ടിക്കളയാനും മതി. ഇവിടെ ചേട്ടൻ പറഞ്ഞു ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പ്രയാസം അത്. 3100 രൂപ ഒരു കുറ്റിക്ക്. ഒറ്റടിക്കൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആർക്കും പറ്റില്ല. അപ്പോൾ നോക്കട്ടെ, എല്ലാവരും കൂടി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓണത്തറയങ്ങ് പോകും. അത് കഴിഞ്ഞാൽ ഉള്ള ഗ്യാസൊക്കെ തീർന്നു കഴിയുമ്പോൾ നിർത്തും. ഒരു വേഗ വരുമാന മാർഗം എന്ന് പറയുന്ന ഒരു കടയായിരിക്കും. അതേ ഉള്ളൂ, കടയുള്ളൂ. വേറെ വരുമാനമൊന്നുമില്ല. നമുക്ക് ജീവിക്കണ്ടേ, അതാണ്. ഒരു മാർഗവും ഇല്ല വേറെ. ഇനി എങ്ങനെ വരുമെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ സർക്കാർ ഇങ്ങനെ കൂട്ടാൻ പോയാൽ ഞങ്ങളെന്ത് ചെയ്യും? ഒരു ഇത്തിരിയൊക്കെ കൂട്ട്. ഇത്ര ഒറ്റയടിക്ക് 1000 രൂപ ഒക്കെ കൂട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കൂട്ടിയാൽ പിന്നെ സമാധാനമുണ്ട്. ഒരു കുറ്റിക്ക് 1000 രൂപയൊക്കെ വെച്ച് കൂടിയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 2-3 കുറ്റിയൊക്കെ വേണം ഒരു ദിവസം. അത് പറ്റില്ല.